ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് നല്ല വിശപ്പാണ്. അപ്പോൾ എന്താ ഒന്ന് കഴിക്കുന്നതെന്നൊക്കെ വിചാരിച്ച് ചോറ് കഴിച്ചില്ല. അപ്പോൾ വന്ന സമയത്ത് 5 മണിയായി. 5 മണിക്ക് ചോറ് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ നാത്തൂൻ കൊണ്ടു തന്നതാണ് നല്ല പൂവമ്പഴം. അപ്പം തന്നെ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചപ്പോൾ ശരിക്കും പഴുത്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതും കൊണ്ടൊരു സംഭവം ഉണ്ടാക്കാം. അപ്പോൾ ഇതെന്താണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തു. അതിൽ കുറച്ച് ഗോതമ്പ് പൊടി, അതിനേക്ക് ആവശ്യമായ ഒരു ആവശ്യമായി എന്നുള്ളൊരു അല്പമേ ഇടാം അല്പം ഉപ്പ്, കുറച്ച് ജീരകം, ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ ഉണ്ടാക്കി വയ്ക്കുക. വലിയ അത് തിക്കും വേണ്ട, എന്നാൽ വല്ലാതെ ലൂസാകുകയും വേണ്ട. എന്നിട്ട് ഞാനിതിൽ നിന്ന് 2 പഴം എടുത്തു. ആ പഴം പൊളിച്ചിട്ട് നമ്മൾ ഏത്തപ്പഴം കൊണ്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കി എല്ലാവരും കഴിച്ചിട്ടില്ലേ? അപ്പം ഈ പഴം കൊണ്ട് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാകും ടേസ്റ്റ് എന്നാണ് ഞാനിന്ന് നോക്കുന്നത്. അപ്പം ഇത് കഴിച്ച് നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ എടുത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു വിശപ്പോ വീട്ടിൽ മറ്റു സാധനങ്ങളൊന്നും ഇല്ല എന്ന് തോന്നിയാൽ നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. അപ്പം ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം, 2 പഴമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് കൊടുക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ 5 വീടുണ്ട്. 5 വീട്ടിലും ഓരോ വീട്ടിലും എന്തെങ്കിലുമൊക്കെ പഴങ്ങൾ ഇവിടെ കാണും, ചെറുപഴം. അപ്പം ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊടുക്കുന്നതുകൊണ്ട് എന്നും ഇവിടെ പഴം കാണും. അപ്പോൾ നമ്മളുടെ പലഹാരം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് തിരിച്ചും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്നും കൂടെ ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനത് കോരിയെടുക്കുകയാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു, ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു ഇടയ്ക്ക്. ആ വെളിച്ചെണ്ണയിലേക്കാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. ആദ്യമേ അത് ചേർക്കേണ്ടതായിരുന്നു. ഗോതമ്പൊടിക്ക് വരെ അരിപ്പൊടിയോ മൈദയോ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നാം ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചായയും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ, നല്ല ക്രിസ്പിയിലാണ്. അപ്പം സൂപ്പറായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ബൈ.